വയനാട് കളക്ടറേറ്റിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ ജീവനക്കാരിയുടെ ആത്മഹത്യാശ്രമത്തിൽ ജീവനക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെത്തിയാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയത്. യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലമായിട്ട് അവള് പ്രശ്നത്തിലാണ്. അവിടുത്തെ ജോയിന്റ് കൗൺസിലിന്റെ നേതാവാണ് പ്രജിത്ത് ബി എന്ന് പറയുന്ന ആള്. അയാൾ എന്തൊക്കെയോ സ്വാർത്ഥ താരങ്ങളിൽ വെച്ച് അവളെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അത് നടക്കാത്തതുകൊണ്ടായിരിക്കും അവളുടെ പേരിൽ വളരെ മോശമായിട്ടുള്ള വിമർശനങ്ങൾ പറഞ്ഞാണ് ആരംഭിച്ചത്. ഒരു കള്ള കത്തുണ്ടാക്കി അത് പ്രചരിപ്പിക്കുന്ന രീതിയിൽ ആയി. അതിനെ തുടർന്ന് നമ്മളത് ഇന്റേണൽ കമ്മിറ്റിയിൽ കൊടുത്തു. പക്ഷെ ഇന്റേണൽ കമ്മിറ്റി ഒരുപാട് ലാഘിച്ചു. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഈ ഒരു ജീവനക്കാരിയുടെ ആത്മഹത്യാശ്രമം വരുന്നു. തീർച്ചയായിട്ടും അവർക്ക് മാനസികമായി അത്രയധികം മുറിവേറ്റിട്ടായിരിക്കുമല്ലോ അവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. പലപ്പോഴും ഈ തൊഴിലിടങ്ങളിൽ അധികാരസ്ഥാനത്തിരിക്കുന്നവരെല്ലാവരെയും ഒരേപോലെ കാണാത്തതും പലരെ പല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇപ്പോൾ സഹപ്രവർത്തക തന്നെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്? ക്രിസ്ത്യന ഇന്ന് ഉച്ചയോടെയാണ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജീവനക്കാരിയായ യുവതി ഓഫീസിലെ ശുചിമുറിയിൽ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. CPIയുടെ സർക്കാർ ജീവനക്കാരുടെ സംഘടനയായിട്ടുള്ള ജോയിന്റ് കൗൺസിൽ നേതാവും ഓഫീസിലെ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലെ ക്ലർക്കുമായ പ്രജിത്ത് എന്നയാൾക്കെതിരെയാണ് പരാതി. ഇയാൾ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് യുവതി നേരത്തെ ICCക്ക് പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷൻ പരാതി നൽകിയിരുന്നു. വനിതാ കമ്മീഷന്റെ സിറ്റിംഗിനിടെ ഇന്ന് യുവതിയോട് മോശമായി സംസാരിച്ചു, യുവതിയെക്കുറിച്ച് മോശമായി സംസാരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. ഇതിനുശേഷം മാനസികമായി തളർന്ന യുവതി ഓഫീസിലെത്തി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. ഏതാനും നാളുകളായി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയരുന്നുണ്ട്. പക്ഷേ ICCയിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല എന്നുള്ളതാണ് ആരോപണം. അതുമാത്രമല്ല, ഈ വിഷയത്തിൽ ഇന്ത്യൻ കമ്മിറ്റി നടപടി എടുത്തില്ലെന്ന് NGO യൂണിയനും ആരോപിക്കുന്നുണ്ട്. ഈ പ്രജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂണിയൻ പരാതി നൽകിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.